ഉണ്ണി, എന്നെ അപമാനിക്കാനാണ് നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്? എന്താ അമ്മേ, എന്ത് സംഭവിച്ചു? ഉണ്ണിയുടെ അമ്മയും ഇവിടുത്തെ വീട്ടുജോലിക്കാരും എന്നെ അപമാനിച്ചു. ഉണ്ണിയുടെ അച്ഛനുമായി സൈഡ് ചെയ്യുന്നു. ഓഹോ, അങ്ങനെയാണോ കാര്യം? ഇതിനുടനെ ഒരു സമാധാനം ഉണ്ടാക്കണം. ഐ വാണ്ട് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. അമ്മ പറയൂ, എന്ത് ചെയ്യണം? ഈ വീട്ടിൽ നിന്ന് ഇന്ന് തന്നെ മാറണം. ഒരു വീട് വാടകയ്ക്ക് എടുത്ത് നമുക്ക് വേറെ താമസിക്കാം. അത് നടക്കില്ല അമ്മേ. എന്തുകൊണ്ട് നടക്കില്ല? എന്റെ ഭർത്താവിന് സ്വന്തമായ ഒരു വീടുള്ളപ്പം ഞാൻ വാടക വീട്ടിലേക്ക് മാറി താമസിക്കുന്നത് ന്യായമാണോ അമ്മേ? അപ്പൊ ഞാൻ ഈ അപമാനം സഹിച്ചുകൊണ്ട് ഇവിടെ താമസിക്കണമെന്നാണ് നീ പറയുന്നത്? അതുകൊണ്ടാണ് ഞങ്ങളോട് ഒന്നിച്ച് ഇങ്ങോട്ട് പോരണ്ടെന്ന് ഉണ്ണിയേട്ടൻ പറഞ്ഞത്. അമ്മ കേട്ടോ? അമ്മ കൂട്ടത്തിൽ പോരാൻ വാശി പിടിച്ചപ്പോ പറയാമെന്നല്ലാതെ ബലം പ്രയോഗിച്ച് തടയാൻ പറ്റുമോ? ബുദ്ധിമുട്ടുകൾ ഇനിയും കൂടാനാണ് സാധ്യത. സുലേനെ, നിന്റെ സ്വന്തം അമ്മയുടെ കാര്യമാണെങ്കിലും പറയുന്നത് ക്ഷമിക്കുക. അവർക്ക് വട്ട. ഏതമ്മയുടെ കാര്യ പറയുന്നത്? കൊല്ലും. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്നെന്നും സന്തോഷവും സമാധാനവും നിലനിർത്തട്ടെ. ഞാൻ എന്താ ഈ കാണുന്നത്? എന്തു പറയാനാണ് മിസസ് മേനോൻ? പിള്ളേര് വൈദേശിക വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നു. അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റുമോ? മക്കളെ, അതിന്റെ കാലിൽ തൊട്ട് നമസ്കരിക്കേ. എന്റെ കാലിലാരും തൊടണ്ട. രാധികയെ, നീ എന്നെ കബളിപ്പിക്കുകയായിരുന്നു അല്ലേ? മുത്തശ്ശിക്ക് വട്ടുണ്ടോ? മുത്തശ്ശിക്ക് വട്ടുണ്ടെന്ന് അച്ഛനും അമ്മയും പറയുന്നു. നേരാണോ മുത്തശ്ശി? എനിക്ക് വട്ടാണെന്നോ? അമ്മേ, 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 എന്താ മോളെ? അമ്മയെ കാണുന്നില്ല. കാണുന്നില്ലേ? അമ്മേ, അയ്യോ, അവരിതെവിടെ പോയി? എവിടെ പോയാ? പുണ്യേട്ടാ, പുണ്യേട്ടാ, ഒന്ന് എന്നിട്ട്. എന്താ? അമ്മയെ കാണുന്നില്ല. അമ്മയെ കാണുന്നില്ലെന്ന്. അമ്മയെ കാണുന്നില്ലേ? എങ്ങനെ അറിയാനാ? ഇവിടെ എങ്ങും ഇല്ല. ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ചതിച്ചോ മമ്മി? ആപത്തായെന്നാ തോന്നുന്നത്. വല്ല കടുകയും ചെയ്തിരിക്കുമോ? അയ്യോ, എന്റെ അമ്മേ. എല്ലാവർക്കും കൂടി എല്ലാം നോക്കണം. അയ്യോ ചേട്ടാ, നിങ്ങൾ ആ ഭാഗത്തെല്ലാം പോയി നോക്കി. നിങ്ങൾ ഇങ്ങനെ പോയി, ഞങ്ങൾ ഏൽപ്പിച്ചിട്ട് പോയി നോക്കാം. അയ്യോ, പിന്നെ എന്താ ചെയ്യാൻ ചേട്ടാ? ഇന്നലെ
ചാടി നടക്ക് നേരത്തോട് നേരെ കഴിഞ്ഞില്ലേ? പൊങ്ങേണ്ട സമയം കഴിഞ്ഞു. ഇതിനകത്തൊക്കെ ഇല്ല. നീ വാ. ഇതിന്റെ അകത്ത് ഇല്ലാതെ നമ്മളിങ്ങനെ അന്വേഷിച്ച് ചേർന്നൊരു കാര്യമില്ല. ഉടനെ പോലീസ് വരെ അറിയിക്കണം. പോലീസിൽ അറിയിച്ചാൽ ആപത്താവുമല്ലേ? അറിയിച്ചില്ലെങ്കിൽ അതിനേക്കാൾ ആപത്താകും. അങ്ങനെ ആണ്ട് റേൽപ്പാളത്തിലാണ് സ്ത്രീയുടെ ശവം കിടക്കുന്നെന്ന് ആളുകൾ പറയുന്നു. അയ്യോ അയ്യോ എന്റെ നോക്കിട്ട് വരാം. അമ്മേ അങ്ങനെ 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 ആറ്റുകൂടെ ഒരു സ്ത്രീയുടെ ശവം ഒഴുകി പോകുന്നെന്ന് ആ ഗോപാലൻ കുട്ടി പറഞ്ഞു. മുഴങ്ങില്ല ദൈവമേ, ഇതിലിപ്പോ ഏതാണെന്ന് എങ്ങനെ അറിയും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടായിട്ട് പിരിയാം. ഞാനും സുലഭ റെയിൽവേ ട്രാക്കിലേക്ക് പോവാം. അച്ഛനും അമ്മയും നാട്ടിലേക്ക് ഓടിക്കും. ശരി. വയസ്സുകാലത്ത് ഒരു ജോലി ഉണ്ടാക്കി വെച്ചതോ. അവിടെ നിങ്ങൾ എങ്ങോട്ട് പോവാ? ഒന്ന് നോക്കട്ടെ. നോക്കുന്ന പ്രസവം കഴിഞ്ഞിട്ട് മതി. പ്രസവോ? ആരാ പ്രസവിക്കാൻ കിടക്കുന്നത്? ആ ഭ്രാന്തി പെണ്ണ് എവി. അത് വേറെ വല്ല പാളത്തിനുമായിരിക്കും. നീ കരയാതെ വീട്ടിൽ പോ. ഞാൻ സ്റ്റേഷൻ മാഷെ കണ്ടു. ഏതെങ്കിലും പാളത്തിൽ ഏതെങ്കിലും ശവം കിടപ്പുണ്ടെന്ന് അന്വേഷിച്ചിട്ട് വിളിച്ചിട്ട് പോ. നിങ്ങളുടെ വല്ലവരുമാണോ? ആണോന്നോ? റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി, എന്റെ മോന്റെ അമ്മായിയമ്മ. അയ്യോ, ഇത് സ്ത്രീയല്ല, ഒരു പുരുഷനാ. നോക്കണം. അപ്പൊ അവരെത്തി വെക്കാത്തത്. നീ വാ. എന്തായി മോളെ? സ്റ്റേഷൻ മാസ്റ്റർ കണ്ട് അന്വേഷിക്കാൻ പോയി. മോളെ, നമ്മളിങ്ങനെ തിരിഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും കൂടി പോയി ബാലിനെ കണ്ട് വിവരം പറയാം. അമ്മില്ലാതെ എങ്ങനെ അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റുമോ മോളെ? എന്താ ഈ ചാറ്റമഴയത്ത് നിന്ന് കളഞ്ഞത്? കേറിയാട്ടെ. കൊച്ചമ്മ നിങ്ങളുടെ കൂടെ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ബാലകുഞ്ഞ് എന്നെ വീണ്ടും നിയമിച്ചു. ഇതെന്താ എല്ലാവർക്കും ഒരു മൗനം? എന്ത് പറ്റി? വണ്ടർഫുൾ. ഇതൊരു അസുലഭ സന്ദർശനമാണല്ലോ. അതേക്ക് വരും. അമ്മയും ബിന്ദു വന്നില്ലേ? അമ്മയുടെ ബാല എന്താ? അമ്മ 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 പോയി. എന്താണ്? അമ്മ വീട്ടിൽ കാണുന്നില്ല. ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലമില്ല. അളിയൻ സത്യമാണോ പറയുന്നത്? സത്യമാണ് ബാല. അവരെന്തോ കടുങ്കൈ ചെയ്തിട്ടുണ്ട്. എന്നാ അതിനൊക്കെ കാരണങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടുമില്ല. എല്ലാവർക്കും അമ്മയോട് വളരെ സ്നേഹമായിരുന്നു. സത്യം പറയണം. എന്റെ അമ്മയോടെ ബാല, ഞാൻ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടുന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയാ എന്റെ അമ്മയോടെ ചോദിച്ചേ. ബാല, അതിപ്പോൾ ബാല ശബ്ദിച്ചു പോരുത്. നിങ്ങൾ എല്ലാവരും കൂടെ എന്റെ അമ്മയെ കൊന്നു. ബാല, എന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണവും രൂപ നിങ്ങൾ അപകരിച്ചു. ഒന്നും ഞാൻ വെറുതെ ഇല്ല. പെട്ടെന്ന് ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കാനോ? എന്താ ബാല ഇത്? എന്താ ഇത്? എന്താ നോക്കുന്നത്? എന്റെ ഭ്രാന്ത് എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയാൻ വന്നതായിരിക്കും. അമ്മേ, നീയും ഭർത്താവും കൂടി നിങ്ങളുടെ കുഞ്ഞിനോട് പറഞ്ഞതുപോലെ സത്യത്തിൽ എനിക്ക് ഭ്രാന്തായിരുന്നു. പ്രസവിച്ചത് മറ്റൊരുത്തിയാണെങ്കിലും എന്റെ മകന്റെ ഭാര്യയായിട്ട് ആര് വരുന്നു? അവളാണ് എന്റെ മകൾ. അവളെ എനിക്ക് ഉപകരിക്കും. ഈ സത്യം ബോധ്യമായതോടെ എന്റെ ഭ്രാന്തൊക്കെ പോയി മോളെ. സുലോചനെ, നീ രാജലക്ഷ്മിയമ്മയുടെ മകളാണ്. അവരുടെ കൂട്ടത്തിൽ പോ. നിന്റെ എന്നാൽ ഏറ്റവും
ഏറ്റവും നല്ല വിധി ഇതാണ്.